ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷാരൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദി ബാങ്കോക്ക് ബോയുടെ 8ാമത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്. സണ്ണിൻ്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പായിട്ട് അയാൾ ഒരു ദിവസം കഫേയിലിരിക്കുന്ന ടൈമിന് അങ്ങോട്ടേക്ക് അയാളെ കാണാനായിട്ട് യാവോ വന്നിട്ടുണ്ടായിരുന്നു. എയിമും കൂടെ വന്നിട്ടുണ്ട്. എയിമും പക്ഷെ പുറത്ത് നിൽക്കുകയാണ്. യാവോ വന്നിട്ട് ഇയാളുടെ അടുത്ത് സംസാരിക്കുന്നൊക്കെയുണ്ട്. ആ സമയമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുമ്പ് ഇയാൾക്ക് യാവോന് ഇഷ്ടമായിരുന്നു, ഇവരെ തമ്മിൽ സ്നേഹിച്ചതുമാണ്. എന്നാൽ യാവോ ആണെങ്കിൽ ഇയാൾ ഇട്ടിട്ട് പോവുകയും മറ്റൊരാളെ കല്യാണം കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ദേഷ്യം തന്നോട് ഇപ്പോഴും ഉണ്ടോ എന്നൊക്കെ യാവോ ചോദിക്കുന്നുണ്ട്. അതുമാത്രമല്ല, സണ്ണിൻ്റെ അച്ഛന് ഒരു ബോക്സർ ആവണമെന്നുള്ളത് ഭയങ്കര വലിയൊരു ആഗ്രഹമായിരുന്നു. എന്നാൽ യാവോയുടെ എന്തോ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് അയാൾക്ക് ആ ഒരു ആഗ്രഹം ഉപേക്ഷിക്കേണ്ടി വന്നതും. അപ്പോൾ തനിക്ക് വേണ്ടിയിട്ട് ഇത്രയൊക്കെ ചെയ്തു തന്നെയല്ലേ, അതുകൊണ്ട് തന്നെ താൻ വിട്ടിട്ട് പോയതിൽ ദേഷ്യം ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ഒരു ഡ്രഗ് ഡീലിങ്ങിൻ്റെ കാര്യം വീണ്ടും സംസാരിക്കുന്നുണ്ട്. ആ സമയം അയാൾ പറയുന്നുണ്ട്, നീയാണെങ്കിൽ എന്ത് കാര്യം ചെയ്താലും സപ്പോർട്ട് ചെയ്തേനെ, പക്ഷേ ഡ്രഗ് ഡീലിങ് അത് നീ കുറച്ച് അതിരി വിട്ട് ചെയ്യുന്ന ഒന്നാണ്, അതുകൊണ്ടാണ് ഞാൻ നിനക്ക് അതിന് സപ്പോർട്ട് തരാത്തതെന്ന് പറയുന്നുണ്ട്. യാവോ ആ സമയം ലോബിസ്റ്റുകാർക്ക് പൈസ കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട്, നിങ്ങളുടെ ഉത്തരം മാറിയിട്ടുണ്ടാകും, നിങ്ങൾ യെസ് പറയുന്ന കാര്യത്തിലാണ് ഞാൻ വന്നത്, ഇനിയിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോവാണ്. അതിനുശേഷം തന്നെയാണ് അവൻ്റെ അച്ഛൻ മരിച്ചു പോവുകയും ചെയ്തത്. എന്തായാലും പിന്നീട് പ്രശ്നത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഇപ്പോൾ സണ്ണ് അവർക്ക് നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട് നിൽക്കുകയാണ്. ആ ഒരു സീൻ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ എൻ്റെ കണ്ടത്. ആ ഒരു ടൈമിന് യാവോ പറയുന്നുണ്ട്, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, നീ എന്നെ വെറുതെ വിടണം, ഞാൻ പറയുന്നത് നീ ഒന്ന് സമാധാനം കേൾക്കാനൊക്കെ ആയിട്ട്. ആ സമയം നമ്മളെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. മുമ്പത്തെ ദിവസം നടന്ന ഒരു കാര്യമാണ്. സണ്ണിനെ പീസിൻ്റെ അച്ഛനെ വിളിച്ചു വരുത്തിയിട്ട് അയാളിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിൻ്റെ അച്ഛനെ കൊന്നവരുടെ അടുത്ത് നീയാണെങ്കിൽ റിവഞ്ച് ചെയ്യാൻ പോകുന്നില്ലേ എന്നൊക്കെ. ആ സമയം എനിക്ക് വെറുതെ ആവശ്യമില്ലാതെ തെറ്റിദ്ധരിച്ച ഒരാളെ കൊല്ലണമെന്ന് ആഗ്രഹമില്ല, ശരിക്കും അച്ഛൻ്റെ മരണത്തിന് ഉത്തരവാദിയായ ആളെ മാത്രം എനിക്ക് കൊന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. ആ സമയം ഇയാൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിൻ്റെ അച്ഛനെ കൊല്ലാനായിട്ട് ഏൽപ്പിച്ചത് യാവോ അല്ലേ, നിനക്ക് യാവോനെ കൊല്ലണ്ടേന്ന്. ആ സമയം എനിക്ക് കൊല്ലണമെന്നുണ്ട്, പക്ഷേ എനിക്കാണെങ്കിൽ അവരുടെ അടുത്തേക്ക് എത്തിപ്പെടാൻ ഒരു അവസരം കിട്ടുന്നില്ല എന്ന്. പീസിൻ്റെ അച്ഛനപ്പോൾ നാളെ ഞാൻ അവരെ നിൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തി തരാം, നീയാണെങ്കിൽ പേടിച്ച് മാറാതെ നിൻ്റെ റിവഞ്ച് എടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ആ സമയം ശരി, എന്നാൽ നാളെ യാവോ നിൻ്റെ മുന്നിൽ ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. സണ്ണ് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോൾ യാവോനെ അവൻ്റെ മുന്നിൽ കിട്ടിയിരിക്കുന്നത്. അങ്ങനെ പ്രസൻറ്റ് വരുമ്പോൾ സണ്ണ് പറയുന്നുണ്ട്, നിങ്ങളല്ലേ എൻ്റെ അച്ഛനെ കൊന്നത്, നിങ്ങൾ കാരണമല്ലേ എൻ്റെ അച്ഛൻ മരിച്ചതെന്നൊക്കെ. യാവോ അപ്പോൾ സത്യമായിട്ട് ഞാനല്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന്. സണ്ണപ്പോൾ എൻ്റെ അച്ഛൻ ഡ്രഗ് ഡീലിങ്ങിന് സമ്മതിച്ചെന്നില്ല, അതിനല്ലേ നിങ്ങൾ എൻ്റെ അച്ഛനെ കൊന്നു കളങ്ങിയെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കൊണ്ടായി എന്നുള്ള സത്യമുണ്ട്, പക്ഷേ ഞാനല്ല നിൻ്റെ അച്ഛനെ കൊന്നത്, ആരോ നിന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്, ഞാനല്ല, എന്നെ കുറ്റവാളിയാക്കാൻ നോക്കുന്നതാണ്, ഞാൻ പറയുന്നത് നീ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്ക്. നിൻ്റെ ഫാമിലി എല്ലാം നല്ല ക്ലോസ് ആയിരുന്നു, നിനക്കത് അറിഞ്ഞൂടാതിരുന്നൊരു കാര്യമാണ്, നീയും എൻ്റെ മോനെ പോലെ ആയിരുന്നു. അതുമാത്രമല്ല, നിൻ്റെ അച്ഛൻ്റെ കയ്യിൽ ഒരു മുറിവുള്ള കാര്യം നീ കണ്ടിട്ടില്ലേ, അത് മുമ്പ് കുറേ ആൾക്കാർ എന്നെ ഉപദ്രവിച്ചപ്പോഴത്തേക്കും അവരെല്ലാം നിൻ്റെ അച്ഛൻ അടിക്കുകയും എന്നെ രക്ഷിക്കുകയും ചെയ്തപ്പോൾ ഉണ്ടായ ഒരു പാടാണ്. നിൻ്റെ അച്ഛന് ഒരു ബോക്സർ ആവണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്ന കാര്യം നിനക്കറിയത്തില്ലേ, എന്നെ അങ്ങനെ രക്ഷിച്ചപ്പോൾ കയ്യിലുണ്ടായ ഒരു മുറിവ് കാരണമാണ് പിന്നീട് നിൻ്റെ അച്ഛന് ബോക്സിങ് ചെയ്യാൻ പറ്റാതെ വന്നത്. അതുപോലെ തന്നെ ഞാനും നിൻ്റെ അച്ഛനും ഒരുമിച്ചായിരുന്നു, എനിക്ക് നിൻ്റെ അച്ഛനെ ഇഷ്ടമായിരുന്നു, അങ്ങനെയപ്പോൾ ഞാൻ അയാളെ എന്തിനു കൊല്ലണം എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ സണ്ണിൻ്റെ മനസ്സ് എന്തോ പെട്ടെന്ന് മാറി വരുന്നുണ്ട്. എന്നാലും അവൻ അവരുടെ അടുത്തുള്ള ദേഷ്യം മാറുന്നില്ല, അവനെപ്പോഴും തോക്ക് ചൂണ്ടിക്കൊണ്ട് തന്നെ നിൽക്കുകയാണ്. പെട്ടെന്ന് യാവോ അവരുടെ കയ്യിലുണ്ടായിരുന്ന തോക്ക് പുറത്തേക്ക് എടുക്കുകയാണ്. ആ നേരം കൊണ്ട് തന്നെ സണ്ണ് പെട്ടെന്ന് അവരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അവരുടനെ തന്നെ മരിച്ച് താഴേക്ക് വീഴാണ്. സണ്ണ് പെട്ടെന്ന് സഡനായിട്ട് ആ ഒരു ഇത് ചെയ്തു പോയതാണ്, അതുകൊണ്ട് തന്നെ അവനൊന്ന് പേടിച്ച് പോകുന്നുണ്ട്. പെട്ടെന്ന് അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്യാണ്. അവൻ പോയി കഴിയുമ്പോൾ എയിം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എയിമിന് യാവോ മരിച്ചതിലൊന്നും ഒരു കുഴപ്പമില്ല, അവനാണെങ്കിൽ അവിടെ ഒളിപ്പിച്ച് വെച്ചിരുന്നൊരു ക്യാമറ അത് പുറത്തേക്ക് എടുക്കുകയാണ്. അതിൻ്റെ അതെല്ലാം ഷൂട്ടായിട്ടുണ്ടായിരുന്നു. അതും ഇങ്ങനെ എടുത്തിട്ട് നേരെ യാവോ ഒരു ബോഡിയുടെ അടുത്തേക്ക് ചെന്ന് ഒന്ന് ചിരിച്ച ശേഷം അവൻ അവിടെ നടന്നു പോകുന്നുണ്ട്. അതുമാത്രമല്ല, അവർ രണ്ടുപേരും ഒരു ഡ്രഗ് ഡീലിങ് ചെയ്യുന്നതിനിടയിലായിരുന്നല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പോൾ ആ ഒരു ഡ്രഗ് ഡീൽ ചെയ്ത ആ ഒരാൾ അയാളെയും വന്ന കുറേ ആൾക്കാർ കൊന്നു കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊണ്ടുകൊടുത്ത ആ ഒരു ഡ്രഗ്സ് അയാളുടെ ആ ഒരു കയ്യിൽ നിന്നും എടുത്തുകൊണ്ട് തന്നെയാണ് എയിം തിരിച്ചു പോകുന്നത്. പിന്നീട് കാണിക്കുന്ന പീസിനെയാണ്, അവനിപ്പോൾ അവൻ്റെ വീട്ടിൽ നിന്നിട്ട് പെയിൻറ്റിങ് ചെയ്യുകയാണ്, എന്നാൽ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്. അപ്പോൾ ആ ഒരു ദേഷ്യവും സങ്കടവും എല്ലാം കാണിച്ചുകൊണ്ട് തന്നെയായിരുന്നു അവൻ ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയം ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സണ്ണിൻ്റെ അടുത്ത് പീസിൻ്റെ അച്ഛൻ സംസാരിച്ച് കഴിഞ്ഞ ശേഷം സണ്ണ് അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. ആ സമയം പീസ് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. സണ്ണിൻ്റെ അച്ഛനാണ് ഇതൊക്കെ പ്ലാൻ ചെയ്തത്, അതായത് യാവോനെ കൊല്ലുന്ന കാര്യം, അതേപോലെ തന്നെ ഇതൊക്കെ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്ന കാര്യം. യാവോ അറിയാതെ എയിമും ഇയാളും തമ്മിൽ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എയിം ആ ഒരു സ്ഥലത്ത് കൊണ്ട് ക്യാമറയും വെച്ചത്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം പീസിനറിയാം. അപ്പോൾ ഇതെങ്ങാനും സണ്ണിൻ്റെ അടുത്ത് പോയി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നിൻ്റെ അടുത്ത് തീരുമാനമാക്കും. നാളെ നടക്കാൻ പോകുന്ന പ്ലാൻ ഫെയിലാവുന്നുണ്ടെങ്കിൽ അത് നീ അവൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തതാണെന്ന് ഞാനങ്ങ് ഉറപ്പിക്കും, എങ്കിൽ അപ്പം തന്നെ സണ്ണിനെ അങ്ങ് കൊല്ലുമെന്ന് പറയുന്നുണ്ട്. ആ സമയം അല്ലെങ്കിലും സണ്ണിനെ കൊല്ലാൻ തന്നെയല്ലേ അച്ഛൻ്റെ പ്ലാൻ എന്ന് പറയുമ്പോൾ, നീ എൻ്റെ മോനാണ്, എൻ്റെ സ്വത്തുക്കളുടെ അവകാശി അവനുള്ളവനാണ്, അതുകൊണ്ടാണ് നിന്നെ ഞാൻ ഇങ്ങനെ വെറുതെ വിട്ടേക്കുന്നത്, പിന്നെ നീയാണെങ്കിൽ സണ്ണുമായിട്ട് ഒന്നിക്കാമെന്ന് വിചാരിക്കേണ്ട, അത് ജന്മത്തിൽ നടക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ പ്രസൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും തനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ, ആ ഒരു വിഷമത്തിലാണ് ഇപ്പോൾ പീസ് നിന്നുകൊണ്ട് ആ ഒരു പെയിൻറ്റിങ് എല്ലാം ചെയ്യുന്നത്. ആ സമയം സണ്ണ് നേരെ അവൻ്റെ അടുത്തേക്ക്
വന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് സണ്ണിനെ കാണുമ്പോൾ നീ എന്താ ഇവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നാൽ സണ്ണ് മറ്റൊന്നും പറയാൻ നിൽക്കുന്നില്ല, പീസിനെ കിസ് ചെയ്യാണ്. പീസ് അപ്പോൾ വേണ്ടാന്ന രീതിയിൽ അവനെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം എങ്ങാനും ഇത് ഇറങ്ങി കഴിഞ്ഞാൽ അച്ഛൻ ഉറപ്പായിട്ടും സണ്ണിനെ കൊല്ലും. എന്നാലും അവർ തമ്മിൽ ആ ഒരു ഇതിൽ ഇൻറ്റിമേറ്റ് ആവുന്നുണ്ട്. അതേസമയം പീസിനെ കാണാനായിട്ട് സണ്ണ് വീടിൻ്റെ അകത്തേക്ക് കയറി വന്നത് ഫ്രണ്ടിൽ നിന്ന് ഒരു ബോഡി ഗാർഡിനെ അടിച്ചിട്ടിട്ടായിരുന്നു. അത് അവിടെ ഉണ്ടായിരുന്ന ബാക്കി ബോഡി ഗാർഡ്സ് കാണുകയും ജിഹുവിനെ വിളിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. ജിഹുവിനപ്പോൾ പറയുന്നുണ്ട്, അച്ഛൻ്റെ അടുത്ത് കാര്യങ്ങൾ ഇപ്പോൾ പറയണ്ട, നിങ്ങൾ വീട്ടിൻ്റെ അകത്ത് കയറിയിട്ട് അവർ തമ്മിൽ ഒരുമിച്ച് നിൽക്കുന്നതായിട്ടോ കിസ് ചെയ്യുന്നതായിട്ടോ അങ്ങനെ എന്തെങ്കിലും വീഡിയോ കിട്ടുന്നുണ്ടെങ്കിൽ അത് തെളിവായിട്ട് ഷൂട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഇതേസമയം സണ്ണിൻ്റെ ഫ്രണ്ട്സിനെ കാണിക്കുകയാണെങ്കിൽ നമ്മളത് കഴിഞ്ഞ എപ്പിസോഡിലെ കണ്ടതാണ്. എയിം അവരുടെ ആൾക്കാരെ എല്ലാവരെയും ഇവരെ കൊല്ലാനായിട്ട് പറഞ്ഞിട്ടത്. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു ഫൈറ്റൊക്കെ ഇപ്പോഴും നടക്കുന്നതേ ഉള്ളൂ. അവർക്കാർക്കും പിടിച്ചു നിൽക്കാൻ പറ്റൂല എന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ കറക്റ്റ് അങ്ങോട്ടേക്ക് നാപ്പാണെങ്കിൽ വേറെ കുറേ പയ്യന്മാരെയും കൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് എയിമിൻ്റെ ആൾക്കാരെ എല്ലാവരും അടിച്ചൊതുക്കുന്നുണ്ട്. എയിം ഈ നേരം കൊണ്ട് ജോയിനെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞുറപ്പിച്ചൊരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ വെച്ച് മീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ജോയിക്ക് ഇതുപോലെ സണ്ണ് യാവോനെ കൊല്ലുന്ന ഒരു ഷൂട്ട് ചെയ്ത ക്യാമറയിൽ വീഡിയോ ഒക്കെ കൊടുക്കുന്നുണ്ട്. യാവോയുടെ സ്ഥലങ്ങളെല്ലാം ഇനി നിങ്ങൾ എടുത്തോളാനും നിങ്ങളുടെ കൂടെ നിൽക്കാനായിട്ട് ഒരു അവസരം തരണമെന്നും എയിം പറയുന്നുണ്ട്. ജോയ് അത് സമ്മതിക്കുന്നുണ്ട്. എന്ന ഉടനെ തന്നെ ജോയാണെങ്കിൽ നിനക്കൊരു ഗിഫ്റ്റ് ഉണ്ടെന്ന് പറയുകയും എയിമിനെ അവിടെ വെച്ച് തന്നെ വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരാളെ വിളിച്ച് പറയുന്നുണ്ട് എയിമിൻ്റെ യാവോയുടെയും ബോഡി ഒരുമിച്ച് എവിടെയും കൊണ്ട് കത്തിച്ച് കളഞ്ഞേക്കാൻ. വീണ്ടും എടുത്ത് സണ്ണിൻ്റെ ഫ്രണ്ട്സിനെ കാണിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫൈറ്റ് എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും ഓക്കെയാണ്. എന്നാൽ ആ കൂട്ടത്തിൽ ടിയാനായിരുന്നു ഒട്ടും തന്നെ ഫൈറ്റിന് ഇറങ്ങിവിടാത്തത്. അതുകൊണ്ട് അവന് നല്ലതുപോലെ പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു ആംബുലൻസ് വിളിച്ചിട്ട് അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്ന് ബാക്കിയുള്ളവർ പറയുന്നുണ്ട്. ഇത് സണ്ണിനെയും പീസിനെയും കാണിക്കുമ്പോൾ രണ്ടുപേരും ഇപ്പോൾ പീസിൻ്റെ റൂമിൽ ഇരിക്കുകയാണ്. സണ്ണപ്പോൾ പറയുന്നുണ്ട്, ഞാനിന്ന് യാവോനെ കൊന്നു, മുമ്പൊക്കെ റിവെഞ്ച് എടുക്കണമെന്ന് തീരുമാനിച്ചെങ്കിലും ഒരാളെ കൊല്ലുന്നത് ഇത്രയും ഹേർട്ട് ചെയ്യുന്നൊരു കാര്യമാണെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ഇനി എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. പീസ് ആ സമയം അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നീട് സണ്ണ് തിരിച്ച് അവൻ്റെ ഗോഡൗണിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ എല്ലാം ആകെ ഒരുമാതിരി ഇരിക്കുകയാണ്. അവിടെ ഇപ്പോൾ കവിനും നാപ്പും ടാനും ഉണ്ടായിരുന്നു. അവരുടെ അടുത്ത് എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചപ്പോൾ നീ ഇത്രയും നേരം എവിടെയായിരുന്നു, ഇവിടെ എന്താ സംഭവിച്ചത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയത്തില്ല, പെട്ടെന്ന് ആരൊക്കെയോ കുറേ പേര് വന്ന് ഞങ്ങൾ അറ്റാക്ക് ചെയ്തു, ഞങ്ങൾ എല്ലാവരെയും കാര്യത്തിൽ തീരുമാനമായെന്ന്. എന്നാൽ നാപ്പ് അവൻ്റെ ഫ്രണ്ട്സിനെയും കൊണ്ട് വന്നതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ആ സമയം ടിമ്മും ടിയാനും എവിടെയെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം അവർ രണ്ടും ഹോസ്പിറ്റലിലാണ്, നമുക്ക് നാളെ അവരെ പോയി കാണാമെന്ന് പറയുന്നുണ്ട്. ഞങ്ങളുടെ മൂവേനെ കാണിക്കുമ്പോൾ നൈറ്റ് ടൈം അവളിപ്പോൾ അവളുടെ റൂമിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവളിങ്ങനെ ഹോസ്പിറ്റലിൻ്റെ ആ ഒരു കോറിഡോർ വഴിയൊക്കെ നടക്കുമ്പോഴത്തേക്കും അവിടുത്തെ ലൈറ്റ് എല്ലാം ഭയങ്കര ബ്ലിങ്ക് ചെയ്തൊക്കെ ആയിരുന്നു ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇവർക്ക് പേടിയാവുന്നുണ്ട്. ഇങ്ങനെ നോക്കി പോയപ്പോൾ ഒരു ബാത്റൂമിൻ്റെ അകത്തായിട്ട് ഒരു പെൺകുട്ടി ഡ്രഗ്സ് ഇരുന്ന് യൂസ് ചെയ്യുന്ന കാണുന്നുണ്ട്. ഇത് ഡ്രഗ് റീഹാബിലേഷൻ സെൻ്ററാണ്. എന്നിട്ടും ആ ഒരു പെൺകുട്ടി എവിടുന്നോ ഡ്രഗ്സ് കടത്തിക്കൊണ്ടുവന്നിട്ട് അത് യൂസ് ചെയ്യുന്നത് മൂവേ കണ്ടപ്പോൾ ആ ഒരു പെൺകുട്ടി അടുത്തേക്ക് വന്നിട്ട് ആരുടെ പറഞ്ഞു കൊടുക്കില്ലേ എന്ന് പറയുന്നുണ്ട്. കറക്റ്റ് ടൈമിന് അങ്ങോട്ടേക്ക് ചെറി വരാണ്. അങ്ങനെ ആ ഒരു പെൺകുട്ടി അങ്ങോട്ടേക്ക് ഓടിപ്പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം മൂവി ഇരിക്കുന്ന സമയത്ത് ചെറി അവൾക്ക് കുടിക്കാനായിട്ട് ഒരു ഡ്രിങ്ക്സ് ഒക്കെ കൊണ്ടുവന്നിട്ട് അവളുടെ അടുത്തിരുന്ന് സംസാരിക്കുന്നതാണ്. ഇപ്പോൾ ചെറിയോട് ചോദിക്കുന്നുണ്ട്, അല്ല എൻ്റെ പേരൊക്കെ എങ്ങനെ അറിയാമെന്ന്. ആ സമയം ചെറി പറയുന്നുണ്ട്, അത് പിന്നെ നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന ടൈമിൽ ഞാൻ കൂടെ ഉണ്ടായിരുന്നു, നിൻ്റെ ചേട്ടനാണ് നിൻ്റെ പേര് പറഞ്ഞിരുന്നത്, ഇപ്പോൾ ഇവിടെ എങ്ങനെയുണ്ട് ഓക്കെ ആയിട്ടല്ലേ ഉള്ളതെന്നൊക്കെ ചോദിക്കുമ്പോൾ അതേതൊക്കെ മൂവി തിരിച്ച് പറയുന്നുണ്ട്. ചെറിയപ്പോൾ എനിക്ക് ശരി എനിക്ക് വർക്കുണ്ട് എന്നിട്ട് സമയത്തിനൊക്കെ ഫുഡ് കഴിക്കുന്നു പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ചെറിയ എപ്പോഴും അവളുടെ അടുത്ത് വന്ന് സംസാരിക്കുമായിരുന്നു. അത് മാത്രമല്ല എല്ലാ ദിവസവും തനിക്ക് പൂ അവിടെ ഇരിക്കുന്നത് കിട്ടി എന്ന് പറഞ്ഞിട്ട് കുറച്ച് പൂക്കൾ എല്ലാ ദിവസവും മൂവയുള്ള റൂമിൽ ഒരു ഫ്ലവർ വേസിൽ കൊണ്ടുവയ്ക്കുമായിരുന്നു. പിന്നീട് കാണിക്കുന്നത് സണ്ണിൻ്റെ ഫ്രണ്ട്സിനെ എല്ലാവരെയും എയിം പറഞ്ഞയച്ച ആൾക്കാർ വന്ന് അറ്റാക്ക് ചെയ്തപ്പോഴത്തേക്കും ടിയാന് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അവനിപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവനെ കാണാനായിട്ട് സണ്ണൊക്കെ ചെല്ലുന്നതാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും സണ്ണിൻ്റെ അനിയത്തിയും പോകുന്നത് ജിന്നിയും പിന്നെ ഇവനും തമ്മിൽ എന്തോ നടക്കുന്നതായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സണ്ണ് നിൽക്കുന്നതെന്ന് നോക്കുന്നില്ല. ജിന്നിക്ക് കുറച്ച് നേരം കൂടി ടിയാൻ്റെ അടുത്ത് നിൽക്കണമെന്നൊക്കെ പറയുമ്പോൾ സണ്ണാണെങ്കിൽ ഇതേ മര്യാദയ്ക്ക് വീട്ടിൽ പോയെന്ന് പറഞ്ഞിട്ട് അവളവിടെ നിന്ന് പറഞ്ഞു വിടുന്നൊക്കെയുണ്ട്. പിന്നീട് മൂവേനെ ആ ഒരു റീഹാബിലേഷൻ സെൻറ്ററിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ദിവസമായിട്ടുണ്ട്. അങ്ങനെ സണ്ണ് അങ്ങോട്ടേക്ക് നേരെ അവളെ പിക്ക് ചെയ്യാനായി പോകുന്നുണ്ട്. അവളുടെ സംഭവങ്ങളും വീട്ടിലേക്ക് എടുത്തുകൊണ്ട് വരാനായിട്ട് കൂടെ പീസും അവൻ്റെ കാറും കൊണ്ട് ചെല്ലുന്നുണ്ട്. അവരവിടെ ഹോസ്പിറ്റലിലേക്ക് കയറാനായി നിൽക്കുന്നതും പെട്ടെന്ന് തന്നെ പീസിന് എന്തോ ഒരു മെസ്സേജ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സണ്ണിനോട് നീ പൊക്കോ ഞാനിപ്പോൾ വരാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പീസ് അവൻ്റെ ഫോണിൽ എന്തൊരു സംഭവം ചെക്ക് ചെയ്യുകയാണ്. അതേസമയം സണ്ണ് മൂവയും കൂടെ ആയിട്ട് മൂവി നിന്നായിരുന്ന റൂമിൽ അവളുടെ സംഭവങ്ങളെല്ലാം എടുത്തുകൊണ്ട് ഇറങ്ങാനായി നിൽക്കുന്നുണ്ട്. ആ സമയം ഒരു എന്തോ ഫോം സൈൻ ചെയ്യിപ്പിക്കാനായിട്ട് ചെറിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതെല്ലാം സൈൻ ചെയ്യിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും ചെറിയാണെങ്കിൽ മൂവയുടെ അടുത്ത് എന്തോ പറയാനായി നിൽക്കുന്നുണ്ട്. എന്നാൽ അവളെ കൊണ്ട് പറ്റുന്നില്ല. ജസ്റ്റ് ഗുഡ് ബൈ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. മൂവയെ പോയി കഴിയുമ്പോൾ ചെറു സ്വയമായിട്ട് പറയുന്നുണ്ട്, അവളടുത്ത് ഇൻസ്റ്റഗ്രാം ID ചോദിക്കാൻ പോയുള്ള ധൈര്യം നിനക്കില്ല എന്നൊക്കെ. മൂവയും സണ്ണും ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അവളാണെങ്കിൽ സണ്ണിൻ്റെ അടുത്ത് നീയാണെങ്കിൽ അച്ഛനെ കൊന്നവരെടുത്ത് റിവെഞ്ച് എടുത്തോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. കാരണം എയിമും പിന്നെ അവർ യാവോയും മരിച്ചുപോയ ഒരു കാര്യം ഇപ്പം ന്യൂസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ സണ്ണാണോ അത് ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട്. സണ്ണാണ് യാവോനെ കൊന്നതെങ്കിലും അവൻ ഇല്ല താനങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അവളപ്പോൾ നീ അങ്ങനെയൊന്നും ചെയ്യരുത്, കാരണം നീ അച്ഛനെ പോലെ ആയിത്തീരണമെന്ന് എനിക്ക് തീരെ ആഗ്രഹമില്ല, എനിക്ക് നീ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അതേസമയം പീസും എന്ന ഫോൺ കോൾ എന്തോ കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ സാധനങ്ങളെല്ലാം വണ്ടി കയറ്റുന്നുണ്ട്. എല്ലാവരും അങ്ങ് നേരെ
സണ്ണ് താമസിക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് സണ്ണ് ഞാൻ നിൻ്റെ സാധനങ്ങളെല്ലാം റൂമിൽ വെക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയം പീസും പിന്നെ മൂവയും കൂടെ ആയിട്ട് സണ്ണ് അവിടെ സൈഡിലൊരു ഷെൽഫിൽ വെച്ചേക്കുന്നത് ഇവരെ ഫാമിലി ഫോട്ടോ എല്ലാം പോയി നോക്കുന്നുണ്ട്. എന്നിട്ട് അവൾ പീസിനോട് ഇങ്ങനെ പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് എൻ്റെ ഫാമിലി മാത്രം ഇത്രയും അനുഭവിക്കേണ്ടി വരുന്നതെന്ന്. ആ സമയം പീസ് അവളെ ഒന്ന് ഹഗ് ചെയ്തിട്ട് സമാധാനിപ്പിക്കുന്നുണ്ട്. സണ്ണതും കണ്ട് അങ്ങോട്ടേക്ക് വന്നിട്ട് എന്ത് പറ്റിയതിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ മൂവ ഒന്നുമില്ലാന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് വിശക്കുന്നു, വാ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സമയം സണ്ണ് പീസിൻ്റെ അടുത്ത് നീ എന്തായാലും അവൾക്കൊരു ഹഗ് കൊടുത്തില്ലേ, എനിക്ക് ഇവിടെ ഒരു ഹഗ് തന്നൂടെ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നാൽ പീസ് അനങ്ങുന്ന പോലുമില്ല. സണ്ണപ്പോൾ എങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. സണ്ണും നടന്നു പോയി കഴിയുമ്പോൾ പീസ് ഐ എം സോറി എന്നിങ്ങനെ പറഞ്ഞിട്ട് അവൻ എന്തോ ഓർത്തിങ്ങനെ വിഷമിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഇപ്പോൾ യാവോ മരിച്ചു കഴിഞ്ഞു, എയിമിനെയും പീസിൻ്റെ അച്ഛൻ കൊന്നു കളഞ്ഞു. അതുകൊണ്ട് തന്നെ അവരുടെ ഡ്രഗ് ഡീലിംഗ് ബിസിനസ് എല്ലാം ഇപ്പോൾ ഇവരുടെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ട് ഇപ്പോൾ ജുൻഹോയും ജിഹൂണും നിൽക്കുന്ന ടൈമിന് അങ്ങോട്ടേക്ക് പീസിൻ്റെ അച്ഛൻ വരുന്നുണ്ട്. അയാൾ ഇവരോട് പറയുന്നുണ്ട്, നിങ്ങൾ വലിയ വലിയ ഡ്രഗ് ഡീലിംഗ് ഒന്നും നടത്താൻ നിൽക്കണ്ട, ചെറിയ ചെറിയ ആൾക്കാർക്ക് ഡ്രഗ് കൊടുത്തു തുടങ്ങുക, എന്നിട്ട് അവരെല്ലാം നമ്മുടെ വശത്തേക്കാക്കണം. പിന്നെ ഈ ഒരു ഡ്രഗെല്ലാം വിറ്റിട്ട് കിട്ടുന്ന ആ ഒരു പ്രോഫിറ്റിൽ പകുതി മാത്രമേ എനിക്ക് തന്നാൽ മതി, ബാക്കി പകുതി നിങ്ങളെടുത്തോ, നിങ്ങൾക്കും സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അവരപ്പോൾ താങ്ക് യു എന്ന് പറയുന്നുണ്ട്. പീസിൻ്റെ അച്ഛൻ അവിടെ നിന്ന് പോവുകയാണ്. ആ ടൈമിൽ ജുൻഹോ അവൻ്റെ ഫോണിൽ റെക്കോർഡ് ചെയ്തൊരു സംഭവം ജിഹൂണിൻ്റെ അടുത്ത് വെച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ മുമ്പത്തെ ഒരു എപ്പിസോഡിൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെയാണെന്ന്, പീസാണെങ്കിൽ അവൻ്റെ അമ്മേനെ കാണാനായിട്ട് ഒരു വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അത് അമ്മയാണെന്ന് നമുക്ക് ഉറപ്പിച്ചറിയാൻ പറ്റില്ല, പക്ഷെ നമുക്ക് ഉണ്ടായ ഡൗട്ട് അത് അവൻ്റെ അമ്മയാണെന്നാണ്. അവൻ ദൂരെ നിന്നാണ് ആ ഒരു ലേഡീനെ നോക്കുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ ജുൻഹോ ഷൂട്ട് ചെയ്ത ആ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് പീസിൻ്റെ അച്ഛൻ ആ ഒരു ലേഡീനെ കാണാനായിട്ട് വന്നിട്ട് ഇങ്ങനെ പോവുകയാണ്. ആ സമയം ജുൻഹോ പറയുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പീസിൻ്റെ അച്ഛനാണെങ്കിൽ ഈ ലേഡീനെ വന്ന് കാണാൻ പോകുന്നുണ്ട്, മിക്കവാറും ഇത് തന്നെയായിരിക്കും പീസിൻ്റെ അമ്മയെന്ന്. ആ ടൈമിന് ജിഹൂൺ പറയുന്നുണ്ട്, പക്ഷേ അവർ രണ്ടുപേരും പണ്ടേ ഡിവോഴ്സ് ആയതാണെന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞതല്ലേ, ഇതൊരു പക്ഷേ അയാളുടെ വേറെ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലോ എന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. ആ സമയം ജുൻഹോ ജിഹൂണിൻ്റെ അടുത്ത് പീസിൻ്റെ അച്ഛന് എന്തോ പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നു, എന്തായിരിക്കും, പിന്നെ നീയും എന്തോ പ്ലാൻ ഇട്ടില്ലേ, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് ജിഹൂൺ സമയമാവട്ടെ, എൻ്റെ പ്ലാൻ എന്താണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് സണ്ണ് എപ്പോഴും കോഫി കുടിക്കാനായിട്ടായിരുന്നു ആ ഒരു കഫേയിൽ. ഇപ്പോൾ സണ്ണിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും തന്നെ ഇരിക്കുന്നുണ്ട്. ആ സമയം അങ്ങോട്ടേക്ക് സണ്ണും മൂവയും പിന്നെ പീസും കൂടെ വരുന്നുണ്ട്. പീസിനെ ആണെങ്കിൽ നേരത്തെ തന്നെ ആ ഒരു കടയിൽ ഓണറായിട്ടുള്ള ആൾ സണ്ണിൻ്റെ കൂടെ മറ്റൊരു കടയിൽ വെച്ച് മീറ്റ് ചെയ്തതുകൊണ്ട് തന്നെ പീസിനെ അയാൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ പീസിനോടൊന്ന് സംസാരിക്കുന്നുണ്ട്. എന്നാൽ പീസിൻ്റെ അച്ഛനൊക്കെ കാരണമാണ് കോങ്ങൊക്കെ മരിച്ചു പോയത്. ആ ഒരു റീസൺ കൊണ്ട് തന്നെ ഇപ്പോൾ സണ്ണിൻ്റെ ഫ്രണ്ട്സിന് പീസിനെ കാണുമ്പോൾ തീരെ ഇഷ്ടപ്പെടുന്നില്ല. മൂവയ്ക്കും സണ്ണിനും മാത്രമേ പീസിനോടൊരു സ്നേഹമുള്ളൂ, ബാക്കി എല്ലാവരും പീസിനെ ശത്രുവായിട്ടാണ് കാണുന്നത്. അതായത് നന്നായിട്ട് പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പീസ് അവിടെ നിൽക്കുന്നില്ല, അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പീസ് ആരെയോ കോൾ ചെയ്തിട്ട് നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യണം, ഇക്കാര്യം ആരും അറിയില്ലേ, എനിക്കുണ്ടേ തന്നെ തായ്ലാൻഡ് വിട്ട് ഇവിടെ നിന്ന് പോകണമെന്ന് പറയുന്നുണ്ട്. ആ സമയം അയാൾ അപ്പുറത്തുനിന്ന് എന്തോ കാര്യം പറയുന്നുണ്ട്. അതിന് മറുപടിയായിട്ട് പീസാണെങ്കിൽ എനിക്കറിയാം എൻ്റെ അച്ഛൻ എന്നെ അങ്ങനെ വിടാനായിട്ട് സമ്മതിക്കുന്നില്ലാന്ന്, പക്ഷേ എനിക്കിപ്പോൾ ഇവിടെ നിന്ന് മാറി ഇന്നേ പറ്റത്തുള്ളൂ, എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൻ കോൾ കെട്ടിയുന്നുണ്ട്. ഇത് സണ്ണിനെയും ഫ്രണ്ട്സിനെയും വീണ്ടും കാണിക്കുമ്പോൾ അവർ ആ ഒരു കഫേയിൽ ഇരുന്നിട്ട് കുറേ ജ്യൂസും കേക്കൊക്കെ ഓർഡർ ചെയ്തിട്ട് കഴിക്കാനായിട്ടൊക്കെ തുടങ്ങുന്നുണ്ട്. ആ ടൈമിൽ സണ്ണ് മൂവേയുടെ അടുത്ത് പറയുന്നുണ്ട്, നീയാണെങ്കിൽ വീണ്ടും ഇതിൻ്റെ പഠിത്തം കണ്ടിന്യൂ ചെയ്യാനൊക്കെ, എന്നാൽ മൂവേ എനിക്കത് വേണ്ടെങ്കിൽ അവൾ ജോലിക്കും പോകാമെന്ന് പറയുന്നുണ്ട്. ആ സമയം അവനത് വേണ്ടാന്ന് പറയുന്നുണ്ട്, എന്നാൽ അവൾ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവിടെ ഒരു തർക്കമാവുന്നുണ്ട്. ആ സമയം ആ ഒരു കഫേയുടെ ഓണർ പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യാം, അവൾക്കാണെങ്കിൽ ഇപ്പോൾ വർക്ക് ചെയ്യണമെന്നാണ് ആഗ്രഹമെങ്കിൽ അവളെയാണെങ്കിൽ വെറുതെ ഫോഴ്സ് ചെയ്യാൻ നിൽക്കണ്ട, എനിക്കാണെങ്കിൽ ഇവിടെ കഫേയിൽ ഹെൽപ്പിന് ഒരാളെ വേണം, ഞാൻ ഒരാളെ നോക്കി നടക്കുമായിരുന്നു, അവളാണെങ്കിൽ ഇവിടെ എൻ്റെ കൂടെ വർക്ക് ചെയ്യട്ടെ, ഒരു 3-4 മാസം വർക്ക് ചെയ്യട്ടെ, അവൾക്ക് മടുക്കുന്നുണ്ടെങ്കിൽ അവൾ പിന്നെ അവളുടെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്ന് പറയുന്നുണ്ട്. അവൾക്ക് ഇവിടെ താമസിക്കാമെന്നും പറയുന്നുണ്ട്. എന്നാൽ സണ്ണ് പക്ഷേ അവളെ എങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് താമസിപ്പിക്കും എന്ന് പറയുമ്പോഴത്തേക്കും ഒറ്റയ്ക്കല്ല, എൻ്റെ കൊച്ചുമോളും ഇവിടെയാണ് താമസിക്കുന്നത്, അവർ രണ്ടുപേരും ഒരുവിധം സെയിം ഏജ് തന്നെയാണ്, സോ അവർക്ക് നന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ആ സമയം തന്നെ കറക്റ്റ് അയാളുടെ കൊച്ചുമോൾ ആ ഒരു കടയിലേക്ക് കയറി വരുന്നത് അത് ആരെന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ചെറിയായിരുന്നു. പിന്നീട് എയർപോർട്ടിൽ സബിതെന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്ന് ഇറങ്ങുന്നതാണ് കാണിക്കുന്നത്. ഇയാളാണെങ്കിൽ ഇപ്പോൾ പീസിൻ്റെ അച്ഛനുമായിട്ട് എന്തോ ഡീലിങ്ങിന് വേണ്ടിയിട്ട് വന്നേക്കുന്ന ഒരാളാണ്. അയാളങ്ങനെ അവിടെ എത്തുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നത്. സോ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ.